ഓക്കെ, അഡ്വക്കേറ്റ് അനിൽ, എന്തുകൊണ്ടായിരിക്കാം ഇവ CBI അന്വേഷണം ഭയപ്പെടുന്നത്? മാത്രമല്ല, നേരത്തെ താങ്കൾ പറഞ്ഞു ഈ പോസ്റ്റ്മോർട്ടത്തിലെ ഇറഗുലാരിറ്റീസ്, ആ ഒരു ക്രമക്കേടുകൾ, തിരിമറികൾ എന്തൊക്കെയാണ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി ഒന്ന് പറഞ്ഞു വെക്കാമോ? തീർച്ചയായിട്ടും അത് ഇങ്ങനെ വളരെ നമ്മുടെ ചർച്ചയുടെ വിഷയം തന്നെ ഇതാണല്ലോ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തല്ലിക്കോട്ട് റിപ്പോർട്ടാണോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തുടക്കത്തിലേക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഈ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഗൈഡ് ലൈൻസ് എൻ്റെ 2-3 ഭാഗങ്ങൾ ചെറുതായിട്ടൊന്ന് വായിക്കാം. അതിനകത്ത് ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ്സിൽ 1 എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ദി കോസ് ഓഫ് ഡെത്ത്. സെക്കൻഡ് വൺ, ടു ഫൈൻഡ് ഔട്ട് ദി അപ്രോക്സിമേറ്റ് ടൈം സിൻസ് ഡെത്ത്. ഇവിടെ കോസ് ഓഫ് ഡെത്ത് ഞങ്ങളൊരിക്കലും നടത്തരുത് എന്ന് പറഞ്ഞ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തി കൊടുക്കുന്നത് ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ്. ഓക്കെ, സമ്മതിച്ചു. എന്തായാലും ദൈവാധീനമായ ഡെത്ത് ഡ്യൂ ടു സൂയിസൈഡ് എന്ന് എഴുതാരുത്. കണ്ണൂരിനെ പറ്റി അങ്ങേക്ക് അറിയാമല്ലോ. സൂയിസൈഡ് ആവണമെന്നില്ല, ഹാങ് ചെയ്ത് സൂയിസൈഡായ എത്രയോ കേസുകളുണ്ട് അവിടെ. അവിടെ നിൽക്കട്ടെ. 2, ടു ഫൈൻഡ് ഔട്ട് അപ്രോക്സിമേറ്റ് ടൈം സിൻസ് ഡെത്ത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയെങ്കിലും ആ ടൈം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ വളരെ ബ്രീഫായിട്ട് പറയുകയാണ്. അടുത്തത് ഇനി പ്രൊസീജിയർ ഫോർമാലിറ്റീസ്. അതായത് ഒരു 5-7 ഫോർമാലിറ്റീസ് പറയുന്നത് ചില റിലവൻ്റ് ആയിട്ട് ഞാൻ വായിക്കാം. ടു an extract of inquest report relevant to postmortem examination should be insisted upon along with the requisition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ അപേക്ഷ സ്വീകരിക്കുമ്പോൾ, ആ പോലീസ് ഓഫീസറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് വാങ്ങണം എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഡെഡ് ബോഡി കണ്ട് തയ്യാറാക്കിയ, അതിൻ്റെ ബാഹ്യഭാഗങ്ങളെ കണ്ട് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൂടി എനിക്ക് തരണം. അങ്ങനെ ഒരു ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇത് ചമച്ച, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചമച്ച ഡോക്ടർമാർ കണ്ടു എന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും പരാമർശമില്ലല്ലോ. ദെൻ clothes and other material objects found on the body are to be asked for all cases where examination of such material objects may help attaining any of the objective autopsy. അങ്ങനെ എന്തെങ്കിലും ക്ലോത്ത്സ് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പറയാൻ പോകുന്ന വളരെ റിലവൻ്റായ ഒരു പോയിന്റിലേക്കാണ്. ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി, പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ശ്രീ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിറയെ രക്തമായിരുന്നു. ആ ഒരു ഭാഗം, ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു എങ്കിൽ എങ്ങനെ അവർക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറി ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും? ഇൻറ്റേണലോ എക്സ്റ്റേണലോ ഇഞ്ചുറി ഇല്ലാതെ ബ്ലഡ് ഊസ് ചെയ്യപ്പെടുകയോ ബ്ലഡ് മനുഷ്യ ശരീരത്തിൽ പുറത്തേക്ക് വരുമോ? ശ്രീ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചത്, പരിക്ക് സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ എന്നത്തേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടാൽ സ്വാഭാവികമായിട്ടും ഇൻറ്റേർണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്യണ്ടേ? ബ്രെയിൻ തൊട്ട് ലിവർ വരെ, വിസറ വരെ ആ ഭാഗങ്ങൾ സൂക്ഷിച്ച് ഫോറൻസിക് സയൻസ് ലാബിന് വിടണ്ടേ? അങ്ങനെ ഈ കേസിൽ ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ നശിപ്പിക്കുകയല്ലേ ഇവർ ചെയ്തത്. ഞങ്ങളുടെ ഭയം, ഞങ്ങളുടെ അപ്രിഹെൻഷൻ എത്രമാത്രം ശക്തമായിരുന്നു, സത്യമായിരുന്നു എന്നല്ലേ തെളിയുന്നത്. ഇദ്ദേഹം ഈ വസ്ത്രങ്ങൾ ആവശ്യപ്പെട്ടോ? ഈ വസ്ത്രങ്ങളിൽ ബ്ലഡിൻ്റെ അംശമുണ്ട് എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുമ്പോൾ, അങ്ങനെ അതിൻ്റെ ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമായിട്ട്, പ്രൊസീജിയർ ഫോർമാലിറ്റിയുടെ ഭാഗമായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർ ആവശ്യപ്പെടേണ്ടതാവുമ്പോൾ അത് ആവശ്യപ്പെടാതെ, അത് കണ്ട് ബോധ്യപ്പെടാതെ, ഇൻക്വസ്റ്റ് ഇപ്പോൾ നോക്കിയതായിട്ട് റിപ്പോർട്ട് ചെയ്യാതെ, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഇല്ല, ഞങ്ങൾ ആ ആന്തരിക അവയവങ്ങളൊന്ന് മണത്തു നോക്കിയപ്പോൾ അസ്വാഭാവികമായിട്ട് മണമൊന്നും ഇല്ലാത്തത് കൊണ്ടും കഴുത്തിൽ മുറുക്കിയതിൻ്റെ, കയറ് മുറിയതിൻ്റെ പാടുണ്ടായിരുന്നത് കൊണ്ടും ഇത് ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്നെഴുതിയാൽ ദയവായി ഒന്ന് മനസ്സിലാക്കുക, ഇതിൽ
അനാവശ്യമായ കൈകടത്തൽ നടന്നിരിക്കുന്നു. സത്യം എന്നത്തേക്കുമായി കുഴിച്ചു മൂടാനുള്ള ഗൂഢശ്രമം, ഗൂഢാലോചന വീണ്ടും അവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. പല സുപ്രീം കോടതി വിധികളിലും പറഞ്ഞിട്ടുണ്ട്, the postmortem report is not a gospel truth. An opinion of a medical expert is not a gospel truth. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകളല്ല. ഏത് മനുഷ്യനും തെറ്റ് പറ്റാം. ഇത് തെറ്റ് പറ്റിയതാണോ തെറ്റ് പറ്റിച്ചതാണോ എന്ന് ഇവർ നിയമത്തിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ സ്വന്തം മനസാക്ഷിയുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ ഡോക്ടർമാർ പറയേണ്ടി വരും. അവർ എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല ഇൻക്വസ്റ്റ് റിപ്പോർട്ട്? ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ബ്ലഡ് നിറഞ്ഞ അടിവസ്ത്രം എന്തുകൊണ്ട് അവർ പരിശോധിച്ചില്ല? അങ്ങനെ ഒന്നും ചെയ്യാതെ ഡെത്ത് ടു ഹാങ്ങിങ് എന്ന് എഴുതിയിട്ട് ഒരു പാവം പിടിച്ച മനുഷ്യനെ ബലിയാടാക്കിക്കൊണ്ട് ആരുടെയെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ പൊതുസമൂഹം, ഈ നീതിപീഠം, മനുഷ്യൻ്റെ മനസാക്ഷി അവർക്കാർക്കായാലും മാപ്പ് നൽകില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.